വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മസാല ദോശ, നെയ് റോസ്റ്റ്, ചായ, ഇത് മാത്രമേ ഉള്ളൂ. കോഫി അവർ മാറ്റിയിരിക്കുന്നു. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആസാം ഇലക്ഷനാണ്. അപ്പോൾ ഈ മൈഗ്രേഷൻ എംപ്ലോയീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഈ വ്യവസായങ്ങളെല്ലാം പോകുന്നതെന്നുള്ള അതിൻ്റെ അർത്ഥം. ഇപ്പോഴും നമുക്ക് വീട്ടിൽ ലോഡ് ഇറക്കാൻ കഴിയും. CPM പോലും സ്ട്രോങ് ആയി നിന്നിട്ട് പോലും CI2 കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞാൻ വീട് പണിയുന്ന സമയത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ഒരു വലിയ 26 വീലുള്ള ലോറിക്ക് കൊണ്ടുപോകും. 2-3 യൂണിയൻ ആളുകൾ വന്നു. എന്നിട്ട് ഇവർ ഈ വണ്ടിയുടെ മൊത്തം തൂക്കം എഴുതിയെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെറുതെ മാറി നിൽക്കുക. അതിനോട് കുശലം പറയുന്നുണ്ടതിലായിട്ട് ഇതെല്ലാം കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറയണം 15,000 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ്, ഇവിടെ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റുള്ളൂ, അപ്പം എന്നാൽ നിങ്ങൾക്ക് ഇറക്കായിരുന്നില്ലേ? കേരളത്തിൽ തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ വളരെ ഷോർട്ടേജ് നമ്മൾ ഓൾറെഡി അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. കേരളം ഒരു മൈഗ്രേഷന് മാത്രമുള്ള ഒരു സംസ്ഥാനമായി മാറി. ABC ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്തോനേഷ്യൻ വ്യവസായി ബെന്നി വാഴപ്പിള്ളാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT പ്രീമിയം ടീ. സ്വാഗതം ബെന്നി ചേട്ടാ. നമസ്കാരം. നിങ്ങളുടെ ഇന്തോനേഷ്യയിലെ അത്ഭുത കഥകളാണ് മുൻപത്തെ ചില എപ്പിസോഡുകളിൽ അതിഭയങ്കരമായി വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനുള്ള കാരണം. താങ്ക് യു. അപ്പോൾ എനിക്ക് മനസ്സിൽ ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആദ്യമേ ചോദിച്ചോട്ടെ. തീർച്ചയായും. എന്താ കേരളത്തിൽ കച്ചവടവും ചെയ്യാതെ? കേരളത്തിലെ ഒരു ബിസിനസ് സാഹചര്യങ്ങളെപ്പറ്റി കുറച്ച് തുറന്നു പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം കേരളത്തിൽ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു പ്രജഡ്യൂസ്ഡ് ഒരു നരേറ്റീവാണ് കേരളം ബിസിനസ് ചെയ്യാൻ കൊള്ളാത്തൊരു സ്ഥലമാണ്. എനിക്കങ്ങനെ യാതൊരുവിധ അഭിപ്രായമില്ല. അത് ഉണ്ടാക്കിയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ എല്ലാ ഫെസിലിറ്റീസിലും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പഠിച്ച് കേരളത്തിന് പുറത്ത് പോയി അവിടെ ഏതെങ്കിലും രീതിയിൽ ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ ഒക്കെ ചെയ്ത് അവർ തന്നെയാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിനെതിരെ. എന്തുകൊണ്ടാണ് കേരളത്തും ആർക്കും അതിന് വേറെ ധാരണകളൊന്നുമില്ല, പക്ഷേ വന്നിട്ട് കേരളത്തിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ശരിയായില്ലെന്ന്. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് നമ്മുടെ ശശി തരൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുമായിരുന്നു. ശശി തരൂർ എന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ള സംസ്ഥാനം കേരളമാണെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസമാണ്. അതിനകത്ത് കേരളം എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം എല്ലാ ലൈസൻസുകളും കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ. അതിലൊക്കെ എക്സംഷൻസ് എപ്പോഴും ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ സർക്കാരുകൾക്ക് എന്താ പറയുന്നത് നിയമങ്ങൾ കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അതിനെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന എപ്പോഴും ബ്യൂറോക്രാറ്റാണ്. അതൊന്നും അല്ലല്ലോ കാര്യം. ഇവിടെ സമരമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് ഇപ്പൊ എവിടെയാണ് സമരം? കേരളത്തിലെ ഒരു തൊഴിൽ സംഘടനകളുടെ ഉപദ്രവം, പ്രത്യേക ഒരു സാഹചര്യങ്ങളുണ്ട്. അതായത് ഇന്നിപ്പോൾ നോയിഡയിൽ ഒരു തൊഴിലാളി പ്രശ്നം നടക്കുന്നത് നിങ്ങളുടെ മീഡിയ ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോയിഡയിൽ ഒരു തൊഴിലാളി പ്രശ്നം, എല്ലാ ലോകത്തിൽ എല്ലായിടത്തും തൊഴിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിൽ കിട്ടുന്ന ഒരു പെർ ക്യാപിറ്റ ഇൻകം അല്ല കേരളത്തിൽ കിട്ടുന്നത്. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളല്ല കേരളത്തിലെ ഓരോ തൊഴിലാളികളും ഇന്ന് കൂലിപ്പണിക്ക് പോകുന്നതും തൊഴിലുറപ്പ് ജന്യം ചെയ്യുന്നതൊക്കെയല്ല. ഓരോ തൊഴിലാളികളും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ, 10ാം ക്ലാസ്സെങ്കിലും മിനിമം കഴിഞ്ഞ ആൾക്കാരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി വളരെ നല്ല ബോധ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ നിങ്ങൾ വന്നിട്ട് പണ്ടത്തെ പോലെ 100 രൂപയും ശാപ്പാടും തരാൻ നിങ്ങൾ പകലന്തിയോളം ജോലി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സാഹചര്യം നടക്കില്ല. ഇവിടെ അവകാശങ്ങളെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കർത്തവ്യങ്ങളോട് ഇവർ ഓർക്കണ്ടേ? ഇപ്പം ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും നമുക്ക് വീട്ടിൽ ലോഡ് ഇറക്കാൻ കഴിയുമോ? ഈവൻ ഇടതുപക്ഷം പോലും, കേരള ഗവൺമെൻറ് പോലും, CPM പോലും സ്ട്രോങ് ആയി നിന്നിട്ട് പോലും CI2 കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മാറുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് പഴയ പോലെ ഒരു പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ലോഡ് തേങ്ങ ഉണ്ടായിരുന്നു. ആ തേങ്ങ കൊണ്ട് അവിടെ പോയിട്ട് ഞാനും എൻ്റെ പണിക്കാരും തന്നെ ഇറക്കിയിട്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ട് അത് ഇറക്കാൻ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇറക്കാൻ സമ്മതിക്കില്ല. അവർ തന്നെ ഇപ്പോൾ ഒരു ചാക്ക് തേങ്ങ ഉണ്ടെങ്കിൽ അവർ തന്നെ ഇറക്കി കൊടുക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഇറക്കിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തന്നെ കണ്ണിപ്പെട്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ അല്ല, ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞാൻ വീട് പണിയുന്ന സമയത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ഒരു വലിയ 26 വീലുള്ള ലോറിക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ കൊച്ചച്ഛൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലിട്ടിട്ട് വേറെ ചെറിയ വണ്ടി കയറ്റിയിട്ട് എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ, നമ്മൾ വലിയ കുറച്ച് ലോറിയിലേക്ക് മാറ്റി കയറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം ഒരു 2-3 യൂണിയൻ ആളുകൾ വന്നു. എന്നിട്ട് ഇവർ ഈ വണ്ടിയുടെ മൊത്തം തൂക്കം എഴുതിയെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെറുതെ മാറി നിൽക്കുക. അതിനോട് കുശലം പറയുന്നുണ്ടതിലുണ്ട്. ഞാൻ ഇതെല്ലാം കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറയണം 15,000 രൂപയാണ്. ഇതൊരു 3 വർഷം മുമ്പുണ്ടായ 15,000 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താണ്, ഇവിടെ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റുള്ളൂ, അപ്പം എന്നാൽ നിങ്ങൾക്ക് ഇറക്കായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് നോക്കിയിരിക്കണത്? നിങ്ങൾക്കിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ സ്റ്റോണിൻ്റെ പരിപാടിയെല്ലാം ഒരു കോൺട്രാക്ട് കൊടുത്തിരിക്കുക.
അയാൾ അയാളുടെ പണിക്കാരെ കൊണ്ടാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ചെറിയ വണ്ടിക്കാണെങ്കിൽ ഈ സ്റ്റോൺ എൻ്റെ പറമ്പിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ടൈംസും ബാക്കി വിരിക്കുക എന്നുള്ളതാണ് അവർക്കും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവരോട് നെഗോസിയേഷനായി, രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇവർക്ക് ഈ കൂലി വേണം, ജോലി വേണ്ട, ജോലി അവർക്കില്ല. ഈ മൊത്തം ടെണ്ണിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ സാധനം തൂക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് എന്നോട് 7,500 രൂപ വാങ്ങി. ഇല്ല, അത് ഞാൻ അതിനെ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെയുള്ള കുറേ സംഗതികൾ കേരളത്തിന് ആവശ്യത്തിലധികം ചീത്തപ്പേര് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കേരളം ബിസിനസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സ്ഥലമാണെന്ന്. അത് മാറി വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അടുത്ത്. നമ്മളിപ്പം കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥലമായി, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ IT ഏറ്റവും കൂടുതൽ പിന്നെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥലം മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് ഇതും മാറി വരുന്നുണ്ട്. പിന്നെ GK ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, എന്തുകൊണ്ട് കേരളത്തിൽ യാതൊരുവിധ ബിസിനസ്സും ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ കേരളത്തിൽ ചെയ്യാവുന്ന 1-2 ബിസിനസ്സുകളുടെ പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് ഹോം ആലോചനയുണ്ട്. കുറച്ച് വലിയ മുതൽമുടക്കുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ പ്ലാനിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഒരു സംഗതി ബാധകമായിട്ടൊരു സാധനമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏകദേശം 1 വർഷമായിട്ട് ഞാൻ അതിൻ്റെ മണ്ണ് നീക്കാനുള്ള പെർമിഷൻ്റെ പുറകെയാണ്. എല്ലാ സാധനങ്ങളും വിഷയാധിഷ്ഠിതമായി കാണേണ്ട സംഗതികൾ പോലും രാഷ്ട്രീയ അധിഷ്ഠിതമായി കാണുന്ന ഒരു സംഭവം. ഇപ്പം ഗോവിന്ദൻകുട്ടി തുടങ്ങുന്ന എല്ലാ പരിപാടിയിലും ഞാൻ കണ്ണടച്ച് തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗോവിന്ദൻകുട്ടിക്ക് ഒരു പരിപാടിയും തുടങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ആ രീതിയിലായിരിക്കണം അത്. ഞാൻ പറഞ്ഞു, അപ്പം എല്ലാവരും അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കേണ്ട ആൾക്കാർ. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കേരളത്തിൽ കാണുന്ന കുറേ ബോർഡുകളുണ്ട്. ഒന്ന്, ഗ്യാസിൻ്റെ ലഭ്യത കുറവ് മൂലം ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ ഹോട്ടലിലുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ആസാം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികൾ ഇവിടെ നിന്ന് പോയത് കൊണ്ട് ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ മൈഗ്രേഷൻ എംപ്ലോയീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഈ വ്യവസായങ്ങളെല്ലാം പോകുന്നതെന്നുള്ള അതിൻ്റെ അർത്ഥം. കാരണം ഞാനൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മസാല ദോശ, നെയ് റോസ്റ്റ്, ചായ, ഇത് മാത്രമേ ഉള്ളൂ. കോഫി അവർ മാറ്റിയിരിക്കുന്നു. അത്രയും ലിമിറ്റഡായി. കാരണം അവിടെ എഴുതി വച്ചിരിക്കുന്നത് ആസാം ഇലക്ഷനാണ്. ഞാൻ ഇന്നലെ ഇതൊരു ഭീകരമായ കാര്യമല്ലേ? ഈ ഹൈക്കോടതി ജംഗ്ഷനിൽ ഞങ്ങൾ സാധാരണ വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഒരു ദോശ കഴിക്കണമെന്ന് കഴിച്ച്, പിന്നെ അവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവിടെ ഞാനും എൻ്റെ വൈഫും കൂടെ രാത്രി ഒരു ഡ്രൈവ് പോയി അവിടെ പോയി ഒരു 2 ദോശയും ഒരു ചിക്കൻ ഫ്രൈയും കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു നൊസ്റ്റാൾജിക് സ്ഥലമാണ്, പണ്ട് മുതലേ ഉള്ളൊരു കടയാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ദോശയും ഓംലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ചിക്കൻ ഇല്ലാതെ ചോദിച്ചു. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് ഗ്യാസിൻ്റെ ഷോർട്ടേജ്, ഒന്ന് പിന്നെ അവർക്ക് ആർക്കും തൊഴിലാളികളില്ല. അപ്പോൾ എല്ലാ തൊഴിലാളികളും വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു, ആസാമിൽ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. എല്ലാവരും പിന്നെ എല്ലാവരും അവരവരുടെ സംസ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഹോട്ടലുകൾ പോലും നമ്മൾ ഇതിനകത്ത് അറിയപ്പെടേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒന്ന് കേരളത്തിൽ തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ വളരെ ഷോർട്ടേജ് നമ്മൾ ഓൾറെഡി അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. കേരളം ഒരു മൈഗ്രേഷന് മാത്രമുള്ള ഒരു സംസ്ഥാനമായി മാറി. നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവർ ഇതേ തൊഴിൽ അവർ വേറെ പുറത്ത് പോയി ചെയ്യുന്നു. അവരതിനേക്കാൾ മോശമായിട്ട് തൊഴിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും. ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നിടത്തെല്ലാം ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ഈ മൈഗ്രേഷൻ എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. നാളെ നമ്മുടെ രാജ്യത്തെ ലീഡ് ചെയ്യേണ്ടേ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ലീഡ് ചെയ്യേണ്ടേ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരാകേണ്ട, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആകേണ്ട, IAS ഒരുപാട് ആൾക്കാർ പല പല കാരണങ്ങൾ കൊണ്ടും യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് ഡെലിവറി ബോയ്സ് ആയിട്ടും പിസ്സ ഹട്ടിലായിരിക്കും പാത്രം കഴുകാനോ, അതൊരു എല്ലാം ചെറിയ ജോലിയാണെന്നല്ല നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും പക്ഷെ നമ്മൾ അതിനും ഒത്തിരി യൂറോപ്പിൽ പോയിട്ട് നമ്മുടെ സ്കില്ല് യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം വേറെ അവിടെ ഇല്ല. കാരണം അവരെല്ലാം ഓൾറെഡി ഒരു ഇന്നോവേഷനിൽ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് അവർ ഇത് ചെയ്യണം. അപ്പം നമ്മൾ എവിടെ ചെയ്യണം? പിന്നെ ഇവിടെയുള്ളൊരു കുറേ പേര് മടിയന്മാരായെന്ന് തന്നെ ഞാനടക്കമുള്ള ആൾക്കാർ. അപ്പം നമ്മൾക്ക് ഇപ്പം പുറത്തുനിന്ന് ഒരു തൊഴിലാളി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ പണിയെടുക്കാൻ ആൾക്കാരില്ലാതായി. എന്തുമാത്രം കൃഷിഭൂമികൾ വേസ്റ്റായി കിടക്കുന്നു, ആരും കൃഷി ചെയ്യാനില്ലാതായി. അതിന് ആൾക്കാർ താല്പര്യമില്ലാതായി. എല്ലാവരും രാവിലെ ഈ ചുളുങ്ങാത്ത കുപ്പായവും പിന്നെ ഉടയാത്ത മുണ്ടും ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് മാറി എന്നുള്ളത് വേദനാജനകമായ ഒരു സത്യമാണ്. താങ്ക് യു ചേട്ടാ. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ AVT Premium Tea.